ഉറപ്പായിട്ടും സർക്കാരിൻ്റെ അലംഭാവം ഉണ്ടായിട്ടുണ്ട്. കാരണം സർക്കാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 വർഷം കഴിയുമ്പോൾ, 7 വർഷം കഴിയുമ്പോൾ, 10 വർഷം കഴിയുമ്പോൾ എഗ്രിമെൻറ്റിലെ വ്യവസ്ഥകൾ പ്രകാരം ടീകോം, ഇതിൻ്റെ ഒരു പാർട്ണറായ ടീകോം ഇത് ചെയ്തിട്ടുണ്ടോ, അവരുടെ ജോലി നിർവഹിച്ചിട്ടുണ്ടോ, ചെയ്തില്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥകൾ ഇതിനകത്തുണ്ട്. അതൊന്നും ഒരു സമയത്തും പരിശോധിച്ചിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ പെട്ടെന്ന് ഇത് അവസാനിപ്പിച്ച് അതിനുള്ള തീരുമാനം എടുത്തത് ഈ ഭൂമി കച്ചവടത്തിന് വേണ്ടി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് ചോദ്യം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രസക്തമായ ചോദ്യം. അതാണ് ടീകോമിന് എന്തിൻ്റെ പേരിലാണ് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കാം എന്ന് പറയുന്നത്. വ്യവസ്ഥകൾ പ്രകാരം ഈ ഇത്രയും ആളുകൾക്ക് ജോലി കൊടുക്കാത്തത് ടീകോമാണ്. അവർ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ആ വീഴ്ച വരുത്തിയ അവരുടെ കയ്യിൽ നിന്നും മുഴുവൻ നഷ്ടപരിഹാരം ഈടാക്കാം, സർക്കാരിന് ചിലവാക്കിയ പൈസ അടക്കം ഈടാക്കാം എന്ന് വ്യവസ്ഥയുണ്ട്. ഞാൻ ആ വ്യവസ്ഥയാണ് നേരത്തെ വായിച്ചത്. ആ വ്യവസ്ഥ നിലവിലുള്ളപ്പോൾ ടീകോമിന് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഇത് എളുപ്പത്തിൽ അവസാനിപ്പിക്കാനുള്ള കാരണം ഈ ഭൂമി പെട്ടെന്ന് വേറെ ആർക്കോ കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അല്ലല്ല, അതൊക്കെ വെറുതെ ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് UAE ഗവൺമെൻറ്റിന് എന്താ ഇതിൻ്റെ അത് കാര്യം? ഇതിനകത്ത് എന്താ കാര്യം? UAE എന്തിനാണ് നമ്മളോട് പിണങ്ങുന്നത്? ഇവിടെ ഒരു എഗ്രിമെൻ്റ് വെച്ചിട്ട് ആ എഗ്രിമെൻ്റ് പാലിച്ചില്ല, വ്യവസ്ഥകൾ പാലിച്ചില്ല എങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കേണ്ടതിന് പകരം അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ, എന്നിട്ട് അതിന് ഒരു ന്യായീകരണമില്ലല്ലോ, ഒരു ന്യായം ആരും പറയുന്നില്ലല്ലോ. എന്നിട്ട് ക്യാബിനറ്റിൽ കുറേ ഐറ്റം പാസ്സാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടി പാസ്സാക്കി ആ കൂട്ടത്തിൽ വിവരം പുറത്തു പറഞ്ഞേക്കാണ്. ആരും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു വലിയ പദ്ധതിയാണ്. ആ പദ്ധതി വൺ ഫൈൻ മോർണിംഗ് അവസാനിപ്പിച്ച് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുത്ത് ഈ ഭൂമി വീണ്ടെടുക്കാൻ പോവാന്നാണ്. അല്ല, അത് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമല്ലല്ലോ, അത് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമല്ല. പദ്ധതി അവസാനിക്കുകയാണ്, പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണ് അല്ലേ? പദ്ധതി അവസാനിപ്പിച്ച് ഭൂമി ഫ്രീ ആക്കുക. ആ ഭൂമി ഫ്രീ ആക്കലാണ് പ്രശ്നം. അതിനു വേണ്ടിയിട്ടാണ് ഈ പണി മുഴുവൻ ചെയ്യുന്നത്. അത് കാണാം നമുക്ക്. ഉറപ്പാണല്ലോ, ഞങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞല്ലോ ഓൾറെഡി. ഇനി വേണമെങ്കിൽ റിട്ടേൺ ആയിട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുക്കാം. പക്ഷെ സർക്കാരിൻ്റെ ഭാഗം സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പറയണ്ടേ? നമ്മൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ല, ഒരു എഗ്രിമെൻറ്റ്, അതിലെ വ്യവസ്ഥകൾ, അതിലെ നോൺ പെർഫോമർ ആരാണ്? പെർഫോം ചെയ്യാത്ത ആരാണ്? ടീകോമാണ് അല്ലേ? എന്നിട്ട് എന്തിനാണ് ടീകോമിന് നേരത്തെ ചോദിച്ച ചോദ്യം അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കുന്നത് അല്ലേ? അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. എന്നിട്ട് നമുക്ക് മുഖ്യമന്ത്രിക്ക് വിശദമായ കത്തെഴുതുക. സർക്കാരിൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ന്യായം പറയട്ടെ. ന്യായം പറയണ്ടേ? നമ്മൾ അറിയണ്ടേ? അതാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. വലിയ ദുരൂഹതകളാണ്. ഇത് ഒരു ഗൗരവതരമായ ഒരു ചർച്ച. ഞാൻ അറിഞ്ഞത്, എൻ്റെ അറിവ് പല മന്ത്രിമാർക്കും അറിയില്ല, പല കക്ഷികൾക്കും അറിയില്ല. അപ്പോൾ LDFിൽ ചർച്ച ചെയ്തിട്ടില്ല. അത് അവരുടെ ഇഷ്ടം, ചർച്ച ചെയ്യണോ വേണ്ടേ എന്നുള്ളത് അവരുടെ ഇഷ്ടം. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. പ്രതിപക്ഷം കൂടി അറിയണമല്ലോ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന്. പൊതുസമൂഹം അറിയണ്ടേ? അത്രമാത്രം സ്റ്റേക്കുള്ളൊരു മാറ്ററല്ലേ, അറിയണം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവരൊറ്റ തീരുമാനമാണ്, പദ്ധതി അവസാനിപ്പിക്കുക, ടീകോമിന് നഷ്ടപരിഹാരം കൊടുത്ത് പിരിച്ചുവിടുക, എന്നിട്ട് ഭൂമി ഫ്രീ ആക്കുക, ഭൂമി വേറെ ആളുകൾക്ക് കൊടുക്കുക. ഇത്രയുള്ള അജണ്ട. അങ്ങനെയാണോ ഒരു എഗ്രിമെൻറ്റ് ക്ലോസ് ചെയ്യുന്നത്, ഒരു പ്രോജക്റ്റ് ക്ലോസ് ചെയ്യുന്നത്? അങ്ങനെയാണോ? പിന്നെ എന്തിനാണ് ഇതിനകത്ത് ഈ വ്യവസ്ഥകൾ മുഴുവൻ എഴുതി വച്ചിരിക്കുന്നത്? എഗ്രിമെൻറ്റിൽ മുഴുവൻ വ്യവസ്ഥകൾ എന്താണ്? എഗ്രിമെൻറ്റ് ക്ലോസ് 7ഉം ക്ലോസ് 11ഉം ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട്, ഞാനെല്ലാം വായിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കംപ്ലീറ്റ് ഉണ്ട്. ഡിഫോൾട്ട്സ് ഓഫ് ടീകോം എന്ന് പറഞ്ഞിട്ട് 722A B C എല്ലാം ഉണ്ട്. അതുകൂടാതെ 11(2)A B ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ടീകോമിൻ്റെ ബാധ്യതകളാണ് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും ബാധകമല്ലേ? എഗ്രിമെൻറ്റിൻ്റെ ഈ വ്യവസ്ഥകളൊന്നും ബാധകമല്ലേ? ഇത് എല്ലാ പാർട്ടിയും കൂടി എഗ്രിമെൻറ്റ് വച്ചതല്ലേ?